ഞാൻ വയനാട്ടിൽ നിന്നും ലച്ചുട്ടി ഫാമിലി. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോസ് ചെയ്തിരുന്നു ഷാരോൺ വധക്കേസിനെ കുറിച്ച്. നിങ്ങളെവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, സബ് ചെയ്യാത്തതുകൊണ്ട് സബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് ഈ ലച്ചുട്ടി ഫാമിലിയുടെ വിജയം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇന്നിവിടെ പറയുന്നത് GHS ആനപ്പാറ സ്കൂളിൽ ഒരു കുട്ടിയുടെ മൊബൈൽ അധ്യാപകൻ പിടിച്ചു വെച്ചതിനെ തുടർന്ന് ഉണ്ടായ ഒരു പുകിലിനെ കുറിച്ചാണ് പറയുന്നത്. എന്തിനാണ് അധ്യാപകൻ ആ മൊബൈൽ പിടിച്ചു വെച്ചത്? ഓരോ കുട്ടികളും സ്കൂളിലേക്ക് വരുന്നത് പഠിക്കാനാണ്. അധ്യാപകൻ്റെ ധർമ്മം എന്ന് പറയുന്നത് അവരെ നല്ല ശീലം പഠിപ്പിക്കുക, അവരെ അറിവിൻ്റെ ലോകത്തേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യമാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടിയുടെ മൊബൈൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഏതൊരു അധ്യാപകനായും പ്രതികരിച്ചു പോകും. അധ്യാപകൻ ആ മൊബൈൽ പിടിച്ചു വെച്ചതിന് ആ കുട്ടി അധ്യാപകന് നേരെ കൈ ഉയർത്തിക്കൊണ്ട്, കൈ ചൂണ്ടിക്കൊണ്ട് വധഭീഷണിയാണ് ഉതിർത്തിട്ടുള്ളത്. പുറത്തിറങ്ങിയാൽ നിങ്ങളെ ഞാൻ കൊല്ലുമെന്ന്, എന്താവശ്യത്തിനാണ് എൻ്റെ മൊബൈൽ പിടിച്ചു വെച്ചത് എന്ന്. ആ കുട്ടി ഒരു നിമിഷം ചിന്തിച്ചിരുന്നെങ്കിൽ തൻ്റെ അച്ഛനോടോ അമ്മയോടോ ഇതേപോലെ നമ്മൾ എതിർത്ത് സംസാരിക്കും. ഞാൻ പറയും ഇന്ന നിന്റെ ഉള്ളിലിട്ട് മെന്റലായിട്ട് ഹരാസ്മെന്റ് വീഡിയോ എടുത്തിട്ടേ സാറിന് കഴിഞ്ഞ് എവിടെങ്കിലും പുറത്ത് കിട്ടിയാ തീർക്കുനാണ്. കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. നിന്റെ ഫോൺ ഉണ്ടോ? അതേമാതിരി മക്കൾക്ക് മൊബൈൽ ഐഫോൺ തന്നെ വേണം. അതേ വാങ്ങിക്കൊടുക്കും. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും നമ്മൾ ഐഫോൺ വാങ്ങിക്കൊടുത്തിരിക്കും. അതുകൊണ്ട് ഒക്കെ ഒരു ദൂഷ്യഫലമാണ് ഇന്നിപ്പോൾ ഇവിടെ അനുഭവിക്കുന്നത്. ഈ ലോക്ക്ഡൗൺ സമയത്താണ് കൂടുതലായിട്ട് മക്കൾ മൊബൈൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ സത്യത്തിൽ ആ ഒരു വാർത്ത കണ്ടപ്പോൾ നെഞ്ച് തകർന്നു പോയി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഗുരുനാഥനോട് ആ കുട്ടി പറയുന്ന ഓരോ വാക്കുകളും, ആ കുട്ടിയുടെ മൊബൈൽ എന്തിനാണ് അധ്യാപകൻ പിടിച്ചു വെച്ചത്? ആ കുട്ടി പഠിക്കണം, ചീത്ത കൂട്ടുകെട്ട് പാടില്ല, നല്ലൊരു ജീവിതം അവനുണ്ട്, മുന്നിലേക്കുള്ള ഭാവി എല്ലാം അധ്യാപകനെ അർത്തിട്ടല്ലേ ആ കുട്ടി നാശാവരുതെന്ന് വെച്ചാൽ മൊബൈൽ വാങ്ങി വെച്ചത്. പക്ഷേ ആ കുട്ടി പറഞ്ഞതോ? ഇപ്പോൾ ഒരിക്കലും എല്ലാ കുഞ്ഞുമക്കളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ദയവ് ചെയ്ത് ഗുരുനാഥന്മാരെയും അച്ഛനമ്മമാരെയും വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കരുത്. ഒരിക്കലും നമുക്കത് സ്വസ്ഥത കിട്ടില്ല. ദയവ് ചെയ്ത് എല്ലാ മക്കളും നല്ല കുട്ടികളായി വളരുക, സമൂഹത്തിന് പ്രിയപ്പെട്ടവരായി മാറുക. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. ഓക്കെ, താങ്ക് യു.